ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ന്യൂ ഡ്രാമയുടെ നെക്സ്റ്റ് എപ്പിസോഡുമായിട്ടാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിയിട്ടുള്ളത്. അപ്പോൾ അധികം വെയിറ്റ് ചെയ്യാണ്ട് നമുക്ക് നേരെ എപ്പിസോഡിലേക്ക് പോകാം. ഭുവാന ഓഫീസിലിരുന്ന് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മിങ്ങിന്റെ അസിസ്റ്റന്റ് ഈ അടുത്തേക്ക് വരും. ഭുവാന, നീ ചെയ്തു തന്ന ആ ഒരു ടെൻഡറില്ലേ അടിപൊളിയായിട്ട് ക്ലിക്ക് ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വലിയൊരു തലവേദന ഒഴിഞ്ഞു. കുറച്ചു നേരം ഞങ്ങൾ ഫ്രീ ആണ്. അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി പുറത്തേക്ക് പോയിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചു. എന്തായാലും ഒരു 3 മണിയാവാണ്ട് തിരിച്ചൊന്നും വരില്ല. അതുവരെ വേണമെങ്കിൽ നീയും പുറത്തു പോയി ഫുഡൊക്കെ കഴിച്ചു ഒന്ന് ഫൺ ചെയ്തിട്ട് 3 മണിയാവുമ്പോ തിരിച്ചു വന്നാ മതി എന്ന് പറയും. ആ ടൈമിന് ഇറങ്ങി വന്ന്, എന്താടാ നീ ആ ജോലി ചെയ്യില്ല, ജോലി ചെയ്തുകൊണ്ടിരുന്ന പെൺകുട്ടീനെയും ചെയ്യിപ്പിക്കില്ലേ എന്നും പറഞ്ഞിട്ട് ഹീനയും കുട്ടി പുറത്തേക്ക് പോകും. ആ ടൈമിനാണ് ലിയാങ്ങിന്റെ അടുത്ത് നിന്നും കോള് വരുന്നത്. ഞാൻ നിന്നെയും വെയിറ്റ് ചെയ്ത് ഓഫീസിന്റെ കീഴിലുണ്ട്, ഒന്ന് വരാമോ എന്ന് ഇങ്ങനെ ചോദിക്കും. എന്തായാലും 3 മണി വരെ ഫ്രീ ആണല്ലോ, അപ്പൊ ഒന്ന് പോയേക്കാന്നും പറഞ്ഞിട്ട് ഹുവാന അങ്ങനെ താഴേക്ക് നടക്കും. ഇത് കാണുന്ന ഷൂവും എന്തായാലും ഇതാണ് പറ്റിയ ടൈം എന്നും പറഞ്ഞ് പുള്ളിക്കാരി മനസ്സിൽ എന്തോ ചിന്തിക്കുന്നുണ്ട്. അങ്ങനെ ഹുവാന താഴേക്ക് ചെല്ലുമ്പോൾ ലിയാങ് ഒരു കാറിൽ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. ഞാൻ നിന്റെ അടുത്തേക്ക് വരില്ല എന്ന് പറഞ്ഞതല്ലേ, എല്ലാ പ്രോബ്ലവും നീ തീർത്തിട്ട് വാ, അതിനുശേഷം ഞാൻ നിന്റെ കൂടെ വരാന്ന് പറയും. പ്ലീസ് മോളെ, നീ എന്തായാലും അകത്തേക്ക് കയറ്, നിനക്ക് വേണ്ടി ഞാനൊരു സർപ്രൈസ് വെച്ചിട്ടുണ്ടെന്ന് പറയും. എനിക്ക് നിന്റെ സർപ്രൈസ് വേണ്ട, ഒന്നും വേണ്ട, എല്ലാ പ്രോബ്ലവും തീർത്തിട്ട് വന്നാൽ മാത്രം മതി എന്നും പറഞ്ഞ് പയ്യെ മുന്നോട്ട് നടക്കും. ലിയാങ് ആണെങ്കിലും ഇവളുടെ പുറകെ കാറും കൊണ്ട് ചെന്ന് ഭയങ്കരമായിട്ട് ഹോൺ അടിക്കാനായിട്ട് തുടങ്ങും. അവിടെയുള്ളവരെല്ലാവരും ഹുവാനേന തിരിഞ്ഞു നോക്കാനായിട്ട് തുടങ്ങുമ്പോൾ ഹുവാനക്കും എന്തോ പോലെ ആകും. നാണം കെടുത്താനായിട്ട് വന്നേക്കുവാന്നും പറഞ്ഞിട്ട് പുള്ളിക്കാരി ലിയാങ്ങിനെ ചീത്തയും പറഞ്ഞ് കാറിലേക്ക് കയറിയിരിക്കും. അങ്ങനെ രണ്ടുപേരും കൂടി ചെല്ലുന്നത് ഒരു അപ്പാർട്ട്മെന്റിലേക്കാണ്. ഈ അപ്പാർട്ട്മെന്റ് എങ്ങനെയുണ്ട്, നിനക്ക് ഇഷ്ടപ്പെട്ടോ? നമ്മുടെ മാരേജിന് എന്റെ ഡാഡ് നമുക്കായിട്ട് വാങ്ങി തന്ന അപ്പാർട്ട്മെന്റ് ആണ്. നീ എസ് എന്ന് ഒരു വാക്ക് പറഞ്ഞാൽ മാത്രം മതി, എന്റെ ഡാഡ് ഈ അപ്പാർട്ട്മെന്റ് നിന്റെ പേരിലേക്കായിട്ട് രജിസ്റ്റർ ചെയ്ത് തരൂന്ന് പറയും. ഞാൻ നിന്റെ അടുത്ത് ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ രണ്ടുപേരും കൂടി സമ്പാദിച്ച് മാത്രമേ ഒരു വീട് വാങ്ങുകയുള്ളൂ എന്ന്. നിന്റെ പാരന്റ്സിനെ നമ്മുടെ കാര്യങ്ങളിൽ ഇടപെടാനായിട്ട് അനുവദിച്ചു കഴിഞ്ഞാല് മാരേജ് കഴിഞ്ഞാലും അവരിങ്ങനെ തലയിട്ടുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് ഇതൊന്നും ശരിയാവില്ല എന്ന് പറയും. എന്താ നീ പറയുന്നത്? ഷാങ്കായില് ഒരു വീട് വാങ്ങുക എന്ന് പറയുന്നത് എത്ര ചിലവുള്ള കാര്യമാണെന്ന് നിനക്കറിയാമല്ലോ. നമ്മളപ്പോ എപ്പോ സമ്പാദിച്ച് എപ്പോ വീട് വാങ്ങാനാണ്? അങ്ങനെ സമ്പാദിച്ച് വീട് വാങ്ങുവാണെങ്കിൽ ചെറിയൊരു വീടല്ലേ പറ്റുള്ളൂ, അവിടെ എങ്ങനെ നമ്മൾ ഫാമിലി ആയിട്ട് ജീവിക്കും? നീ ഒന്ന് ചുറ്റും നോക്ക്, എന്താ അടിപൊളി സ്ഥലമാണ്. നിനക്കിപ്പോ പെട്ടെന്ന് ജോഗിങ്ങിന് പോകണമെന്ന് തോന്നിക്കഴിഞ്ഞാല് അപ്പാർട്ട്മെന്റിൽ നിന്ന് ഇറങ്ങി ദേ അങ്ങോട്ടേക്ക് ഓടിയാ മതി. കായലോരത്തെ ഭംഗിയൊക്കെ ആസ്വദിച്ച് നിനക്ക് ഓടാം. നീ ഇതൊക്കെ ഒന്ന് ചിന്തിച്ച് നോക്കെന്ന് പറയും. അപ്പൊ തന്നെ ഹുവാനയും, നീ പറയുന്നത് ശരിയാണ്, നല്ല ഭംഗിയുള്ള സ്ഥലമാണിത്, എനിക്കിത് ഒരുപാട് ഇഷ്ടമായി. പക്ഷേ ഇത് എനിക്ക് തരുന്നത് കൊണ്ട് ഞാൻ എന്തെങ്കിലും ഹെൽപ്പ് നിന്റെ ഫാദറിന് ചെയ്യുമെന്ന് നീ വിചാരിക്കണ്ട. ഞാൻ മിങ്ങിന്റെ സെക്രട്ടറി ആയിരിക്കാം, പക്ഷേ ഞാൻ ആ ഒരു പവർ ഒന്നും യൂസ് ചെയ്ത് ഒരു ഹെൽപ്പും നിന്റെ ഫാദറിന് ചെയ്യില്ല. അതേപോലെ തന്നെ ഈ വീടും എനിക്ക് വേണ്ടാന്ന് പറയും. അതേ ടൈം ഷാവും അവന്റെ ഓഫീസിൽ സെറോക്സ് മെഷീൻ വർക്ക് ചെയ്യുന്നില്ല എന്നും പറഞ്ഞ് അതൊന്നഴിച്ച് പണിതുകൊണ്ടിരിക്കും. അതിനിടയിലാണ് അതിൽ നിന്ന് ഒരു ഡോക്യുമെന്റ് കിട്ടുന്നത്. അത് തുറന്നു നോക്കുമ്പോൾ ലിയാങ്ങിനെ മാരേജ് ചെയ്ത് കഴിഞ്ഞാല് ഹുവാനക്ക് ലിയാങ്ങിന്റെ ഒരു സ്വത്തും കിട്ടില്ല എന്നുള്ളൊരു എഗ്രിമെന്റ് ആണ്. അപ്പൊ തന്നെ ഷാവു ഈ വിവരം ഹുവാനെ വിളിച്ചു പറയും. ഹുവാനയും ഇത് കേട്ട ഉടനെ തന്നെ, ഇങ്ങനെ ഒരു എഗ്രിമെന്റ് ചെയ്ത കാര്യം നീ അറിഞ്ഞിട്ടാണോ എന്ന് ചോദിക്കും. അയ്യോ, ഞാനൊന്നും അറിഞ്ഞില്ല ഹുവാന, എനിക്ക് ഇതിനെപ്പറ്റി ഒരു ഐഡിയയും ഇല്ല എന്ന് പറയും. നിന്നോട് എന്ത് ചോദിച്ചാലും അതിനെപ്പറ്റി നിനക്ക് ഐഡിയയും ഉണ്ടാവില്ല, ഒന്നും അറിയാനും പാടില്ല. നീ ആ വീട്ടിൽ തന്നെയാണോ താമസിക്കുന്നത്? നിനക്ക് എന്നെ കണ്ടിട്ട് നിന്റെ പുറകെ ക്യാഷിന് വേണ്ടിയിട്ട് അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന പെൺകുട്ടിയായിട്ട് തോന്നുന്നുണ്ടോ? എനിക്കിപ്പോഴും നിങ്ങളൊക്കെ ആരാണെന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല. എന്നിട്ട് പോലും നീ നിന്റെ ഫാമിലിയും കൂടി എന്നെയും എന്റെ ഫാമിലിനെയും എപ്പോഴും അപമാനിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയും ഈ ബന്ധം തുടർന്ന് പോവാനായിട്ട് എനിക്ക് താല്പര്യമില്ല. നിനക്ക് ഈ പ്രോബ്ലംസ് എല്ലാം സോൾവ് ചെയ്തുകൊണ്ട് വരാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ വാ, അല്ലെങ്കിൽ നമുക്ക് ബ്രേക്കപ്പ് ചെയ്യാന്നും പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി പോകും. ഒരു മാരേജ് എന്ന് പറഞ്ഞാൽ ഇത്രയും പ്രോബ്ലംസ് ഉണ്ടോന്നും പറഞ്ഞിട്ട് ലിയാങ് ആണെങ്കിൽ ആകെ ടെൻഷനായിട്ടിരിക്കും. അതേ ടൈം പോവാനെയും പുറത്തേക്ക് ഇറങ്ങി നിന്ന് മിങ് പറഞ്ഞ കാര്യങ്ങളൊന്നും ഓർത്തെടുക്കും. അവരെപ്പോഴും നിന്നെ അടിമയായിട്ടേ കാണുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവില്ലേ, അതോർത്ത് ഫീൽ ചെയ്തോണ്ടിരിക്കുമ്പോ ഷാവ് കോള് ചെയ്യും. ചേച്ചി നീ എവിടെയാ ഉള്ളേന്ന് ഇങ്ങനെ ചോദിക്കും. അങ്ങനെ ഷാവും ഹുവാനയുള്ള സ്ഥലത്തേക്ക് വരും. എനിക്ക് ആ എഗ്രിമെന്റ് കണ്ടപ്പോ വല്ലാതെ ദേഷ്യം വന്നു ചേച്ചി, അതാ ഞാൻ ചേച്ചിനെ വിളിച്ചു പറഞ്ഞെന്ന് പറയും. അതൊന്നും കുഴപ്പമില്ലടാ, ഞാൻ ഈ കാര്യം ലിയാങ്ങിന്റെ അടുത്ത് പറഞ്ഞിട്ട് പാരന്റ്സിന്റെ അടുത്ത് സംസാരിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ടെന്ന് പറയും. എനിക്കെന്തോ പേടിയാവുന്നുണ്ട്, ഇനി വീണ്ടും എന്റെ ജോബിന്റെ കാര്യവും പറഞ്ഞ് ചേച്ചിയുടെ അടുത്തേക്ക് എന്തെങ്കിലും ഹെൽപ്പ് ചോദിച്ചു വരുമോ? എനിക്ക് ഇത് ഓർക്കുമ്പോ തന്നെ എന്തോ ആവുന്നുണ്ട്. ലിയാങ്ങിന്റെ ഫാമിലിയും നമ്മുടെ ഫാമിലിയും തമ്മിൽ ഒരുപാട് ഡിഫറൻസ് ഉണ്ടല്ലേ, നമ്മൾ ഒരിക്കലും ചേരി
വരില്ല എന്നാണ് എനിക്ക് തോന്നുന്നതെന്ന് പറയും. ഞാനും അത് തന്നെയാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനിയും നമ്മുടെ ഫാമിലികൾ തമ്മിൽ ഒരുപാട് പ്രോബ്ലംസ് വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഈ റിലേഷൻഷിപ്പുമായിട്ട് ഞാൻ ഒരിക്കലും മുന്നോട്ട് പോകില്ല. അതിനേലും നല്ലത് ബ്രേക്കപ്പ് ചെയ്യുന്നതല്ലേ. ഞാൻ അങ്ങനെ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞു എന്ന് പറയും. ആ ടൈമിന് ഹുവാനയുടെ അമ്മ കോള് ചെയ്യും. ഓ, രണ്ടുപേരും കൂടി ഒരുമിച്ചുണ്ടോ? അങ്ങനെയാണെങ്കിൽ രണ്ടുപേരും പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് വാ, രണ്ടുപേർക്ക് ഒരു സർപ്രൈസ് ഉണ്ടെന്ന് പറയും. അങ്ങനെ ഹുവാനയും ഷാവും കൂടി വീട്ടിലേക്ക് ചെല്ലുമ്പോൾ വീട്ടിലാണെങ്കിലും ഒരുപാട് ഫുഡ് ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്താണമ്മ ഇത്, ഒരു വിരുന്ന് തന്നെ ഒരുക്കിയിട്ടുണ്ടല്ലോ, എന്താ കാര്യം എന്ന് ഇങ്ങനെ ചോദിക്കും. അത് നീ അറിഞ്ഞില്ലേ, നമ്മൾ ഈ താമസിക്കുന്ന സ്ഥലം ഒരു കമ്പനി ഏറ്റെടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഏതൊരു ബ്രിഡ്ജ് വരാൻ പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് അവര് ക്യാഷും തരും, താമസിക്കാനായിട്ട് ഒരു സ്ഥലവും തരും. അപ്പോ നമ്മുടെ പ്രോബ്ലം എല്ലാം ഒഴിവായി എന്ന് പറയും. അപ്പൊ തന്നെ അമ്മയും വന്നിരുന്ന്, ആ മോളെ, അവര് തരുന്ന ക്യാഷ് കൊണ്ട് നമുക്കൊരു വീടും കിട്ടാം, ബാക്കിയുള്ള ക്യാഷ് നിനക്ക് സ്ത്രീധനമായിട്ടും തരാം. എന്തായാലും നിന്റെ അനുജന് ഇപ്പൊ ഒരു റൂം കിട്ടുമെന്ന് പറയും. അല്ലമ്മ, കമ്പനിക്കാരല്ലേ സ്ഥലം തരുന്നത്, അപ്പോ എന്തായാലും സിറ്റിക്ക് വെളിയിലായിരിക്കും. എന്തായാലും ഷാ വർക്ക് ചെയ്യുന്നത് സിറ്റിയുടെ ഉള്ളിലല്ലേ, അപ്പോ പോക്ക് വരവ് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നമുക്ക് സിറ്റിയുടെ ഉള്ളിൽ തന്നെ ആ കാശും നമ്മുടെ കയ്യിലുള്ള ക്യാഷും ഇട്ട് ഒരു വീട് വാങ്ങാന്ന് പറയും. ഏയ്, അതിന്റെ ആവശ്യമൊന്നുമില്ല, എന്തായാലും ബാക്കിയുള്ള ക്യാഷ് നിനക്ക് സ്ത്രീധനമായിട്ട് തന്നെ തരുള്ളൂ. ഞങ്ങൾ അങ്ങനെയാ തീരുമാനിച്ചു വെച്ചിരിക്കുന്നത്. നിന്റെ അച്ഛനും അനുജനും അവിടെ നിന്ന് മെട്രോയിൽ പോയി വന്നോളും, അവർക്കൊരു പ്രോബ്ലം ഇല്ല എന്ന് പറയും. ഇത് കേൾക്കുമ്പോ ഹുവാനക്ക് വല്ലാത്തൊരു സങ്കടമൊക്കെ വരുന്നുണ്ട്. അതേ ടൈമിൽ അങ്ങനെ വീട്ടിലേക്ക് ചെന്ന് ആ കോൺട്രാക്ടിന്റെ കാര്യവും പറഞ്ഞ് ഭയങ്കരമായിട്ട് ഒച്ച വെക്കാനായിട്ട് തുടങ്ങും. ചേച്ചി, നീയല്ലേ ഈ പരിപാടി ചെയ്തത്, നിനക്ക് മാത്രമേ ഇത്രയ്ക്കും കുറുക്ക് ബുദ്ധിയുള്ളൂ. നിങ്ങൾക്കറിയാമോ ഹുവാന എത്രക്ക് നല്ല പെൺകുട്ടിയാണെന്ന്? ഞാൻ ഇതുവരെ ഇത്രയും നല്ല പെൺകുട്ടീനെ വേറെ കണ്ടിട്ടേ ഇല്ല. അത്രയ്ക്കും നല്ല ക്യാരക്ടറാണ് അവള്. അവൾ ഒരിക്കലും എന്റെ പുറകെ ക്യാഷിന് വേണ്ടി അലഞ്ഞു തിരിഞ്ഞ് നടക്കില്ല. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണോന്ന് പറയും. എന്താടാ നീ എന്റെ അടുത്ത് വന്ന് ഒച്ച വെച്ചോണ്ടിരിക്കുന്നു? അത്രക്ക് ധൈര്യമൊക്കെ നിനക്കായോ? ഞാൻ നേരത്തെ പറഞ്ഞതല്ലേടാ അവളെ ഒന്നും വിശ്വസിക്കാൻ പാടില്ല എന്ന്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു കോൺട്രാക്ട് തയ്യാറാക്കിയെന്നും പറഞ്ഞിട്ട് ചേച്ചിയും ഭയങ്കരമായിട്ട് ഒച്ച വെക്കും. ആ ടൈമിനാണ് ലിയാങ്ങിന്റെ ഫാദറും അങ്ങോട്ടേക്ക് വരുന്നത്. എന്താ ഇവിടെ പ്രശ്നം, എന്താ നിങ്ങൾ ഇങ്ങനെ ഒച്ച വെക്കുന്നതെന്ന് ഇങ്ങനെ ചോദിക്കും. അപ്പൊ തന്നെ ലിയാങ്ങും നടന്ന കാര്യങ്ങളെല്ലാം പറയും. ഇത് കേൾക്കുമ്പോൾ ലിയാങ്ങിന്റെ ഫാദറും ഭയങ്കരമായിട്ട് ഒച്ച വെക്കാനായിട്ട് തുടങ്ങും. രണ്ടുപേർക്കും എന്താ വട്ടാണോ? ഞാൻ എന്തോരം കഷ്ടപ്പെടുന്നുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? ആ ടെൻഡർ കൈവിട്ട് പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിന്റെ പിന്നാലെ രണ്ടുപേരും കൂടി കുറുക്ക് ബുദ്ധി കാണിക്കുന്നു. നിങ്ങളുടെ ഈ ബുദ്ധി ഉണ്ടല്ലോ കൈ തന്നെ വെച്ചാൽ മതി. ആ പെൺകുട്ടി ഈ കാര്യം അറിഞ്ഞാല് അതിന് ദേഷ്യം കയറില്ലേ? അങ്ങനെ ദേഷ്യം കയറി ഈ മാരേജ് മുടങ്ങി പോയാല് നിങ്ങൾ ഇനി എന്ത് ചെയ്യും? നിങ്ങൾക്ക് നല്ല രീതിയിൽ തിന്നാൻ തരാൻ വേണ്ടിയിട്ടല്ലേ ഞാൻ കഷ്ടപ്പെടുന്നത്. എന്തായാലും നിങ്ങൾ ഇനി മിണ്ടാണ്ട് ഇവിടെ ഇരുന്നാൽ മതി, ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്തോളാന്നും പറഞ്ഞ് പുള്ളിക്കാരൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകും. അതേ ടൈം ഓഫീസിൽ ഷൂവിനെ കാണിക്കാണ്. പുള്ളിക്കാരി ഫേസിൽ ഒരു മാസ്കും കൂടിയൊക്കെ ഇട്ടിട്ട് ഹുവാനയുടെ സിസ്റ്റത്തിൽ നിന്ന് എന്തോ അടിച്ചു മാറ്റാനായിട്ട് വന്നേക്കുവാണ്. മിക്കവാറും ആ ടെൻഡറിന്റെ കാര്യം തന്നെ ആയിരിക്കും. അങ്ങനെ സീൻ കട്ട് ചെയ്താല് നെക്സ്റ്റ് ഡേ ലിയാങ്ങിന്റെ ഫാദർ മിങ്ങിനെ മീറ്റ് ചെയ്യാനായിട്ട് വരും. നമുക്ക് നമ്മുടെ ബിസിനസിനെ കുറിച്ച് സംസാരിച്ചാലോ എന്ന് ഇങ്ങനെ ചോദിക്കും. ആ, എല്ലാം നല്ല രീതിക്ക് പോകുന്നുണ്ട്. അതുമല്ലാണ്ട് ഹുവാനയും നിങ്ങളുടെ മകനുമായിട്ടുള്ള മാരേജ് ആയി എന്ന് ഞാൻ അറിഞ്ഞല്ലോ. എന്തായാലും നമ്മളൊക്കെ ഒരേ ഫാമിലി ആവാൻ പോവാണെന്ന് പറയും. അതെ അതെ, നമ്മളെ ഒരേ ഫാമിലി ആവാൻ പോവാണ്. ഇതിനു മുകളിൽ ഞാൻ എന്തിനാ ടെൻഷൻ അടിക്കുന്നത്? ശരിയാ, ഞാൻ ഇറങ്ങുവാന്ന് പറയും. അപ്പൊ തന്നെ മിങ്ങും എഴുന്നേറ്റ്, ഹുവാന എന്തായാലും ഇദ്ദേഹം പോവാനായിട്ട് നിൽക്കുവാണ്, നീ എന്തായാലും പറഞ്ഞു വിട്ടിട്ട് വാന്ന് പറയും. ആ ഓക്കെ എന്നും പറഞ്ഞ് ഹുവാനയും അങ്ങനെ ലിയാങ്ങിന്റെ ഫാദറുമായിട്ട് പുറത്തേക്ക് പോകും. അതേ ടൈം അസിസ്റ്റന്റ്, എന്തായാലും കൊള്ളാം, കറക്റ്റ് ടൈമിന് ഹുവാനേന ലിയാങ്ങിന്റെ ഫാദറുമായിട്ട് കോർത്തു വിട്ടു എന്ന് പറയും. ആ ടൈമിന് ലിയാങ്ങിന്റെ ഫാദർ ആണെങ്കിലോ, എന്താ പോലെ സുഖമാണോ എന്ന് ഇങ്ങനെ ചോദിക്കും. ആ അങ്കിൾ സുഖമാന്ന് പറയും. പിന്നെ ഒരു കാര്യം, ആ ഒരു കോൺട്രാക്ടിന്റെ കാര്യം ഇപ്പോഴാണ് ഞാൻ പോലും അറിഞ്ഞത്. എന്തായാലും നീ തെറ്റിദ്ധരിക്കരുതെന്ന് പറയും. ഇല്ലെങ്കിൽ ഞാൻ തെറ്റിദ്ധരിക്കുന്നില്ല, നിങ്ങൾക്ക് ആ ടെൻഡർ എടുക്കുകയോ എടുക്കാണ്ടിരിക്കുകയോ ചെയ്യാം, അതെല്ലാം നിങ്ങളുടെ കാര്യമല്ലേ. ഞാൻ എന്തായാലും എന്റെ പേഴ്സണലും പ്രൊഫഷണലും തമ്മിൽ മിക്സ് ചെയ്യാനായിട്ട് താല്പര്യപ്പെടുന്നില്ല. ഞാനിപ്പോ മുഴുവനായിട്ടും ചിന്തിക്കുന്നത് ഇവിടെയുള്ള ബിസിനസിനെ പറ്റിയാന്ന് പറയും. ഇത് കേൾക്കുമ്പോൾ ലിയാങ്ങിന്റെ ഫാദറിന് അത്രക്കൊന്നും ഇഷ്ടപ്പെടില്ല. പുള്ളിക്കാരൻ കുറച്ച് ടെൻഷനായിട്ട് തന്നെ അവിടെ നിന്ന് പോകും. ഇവിടെ ഇങ്ങനെ സംസാരിക്കുന്നതെല്ലാം നമ്മുടെ ഹീ ആണെങ്കിലും ഒളിഞ്ഞു കേട്ടിട്ട് നേരെ ചെന്ന് മിങ്ങിന്റെ അടുത്ത് എല്ലാ കാര്യവും പറഞ്ഞു കൊടുക്കും. ഇത് കേൾക്കുമ്പോൾ മിങ്ങും ഒന്ന് ഷോക്കാകും. എന്ത്, മാരേജിന് മുമ്പ് തന്നെ എഗ്രിമെന്റോ? അത്രക്ക് വലിയ ഫാമിലി ആണെന്നാണോ ഇവരുടെ വിചാരം? ഞാൻ അവളെ യൂസ് ചെയ്യുന്നുണ്ട്, എന്നാലും ഞാൻ പറയുവാണ്, അവൾക്ക് ഒരിക്കലും ആ ഫാമിലി സൂട്ട് ആവില്ല, അതെനിക്ക് ഉറപ്പാണെന്ന് പറയും. അപ്പൊ തന്നെ അസിസ്റ്റന്റും, എന്തൊക്കെ വന്നാലും എല്ലാവരുടെയും മുമ്പിൽ നിങ്ങൾ ഹുവാനേനെ പെടുത്തി വിട്ടോണ്ടിരിക്കുകയല്ലേ, അത് കാണുമ്പോൾ എനിക്ക് സങ്കടം വരുന്നുണ്ടെന്ന് പറയും. നീ ഇവിടെ വന്നത് ചാരിറ്റി ചെയ്യാനൊന്നും അല്ലല്ലോ, ബിസിനസ് ചെയ്യാനായിട്ടല്ലേ. അപ്പോ ഇങ്ങനെയും ഒരുപാട് കാര്യങ്ങൾ നടക്കുമെന്ന് നീ ആദ്യം മനസ്സിലാക്കെന്നും പറഞ്ഞിട്ട് മിങ്ങും കുറച്ച് സ്ട്രിക്റ്റ് ആയിട്ട് തന്നെ പറയും. അങ്ങനെ സീൻ കട്ട് ചെയ്താല് ആ ടെൻഡർ നടക്കുന്ന ദിവസവും എത്തും. അങ്ങനെ ഓരോ കമ്പനിയിൽ നിന്നും ഓരോരുത്തർ വന്നിട്ട് അവരുടെ കമ്പനിയുടെ പ്രൊഡക്റ്റിനെ പറ്റിയിട്ട് സംസാരിക്കാനായിട്ട് തുടങ്ങും. അങ്ങനെ ലിയാങ് ആണ് അവരുടെ കമ്പനിക്ക് വേണ്ടിയിട്ട് സംസാരിക്കാനായിട്ട് വരുന്നത്. അങ്ങനെ ലിയാങ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഹുവാനയും കുറച്ചു ദൂരം മാറി നിന്ന് നോക്കിക്കൊണ്ടിരിക്കും. അങ്ങനെ ലിയാങ്ങും സംസാരിച്ചു കഴിഞ്ഞിട്ട് പുറത്തേക്ക്
പുറത്തേക്ക് ഇറങ്ങി പോകുമ്പോൾ ഹുവാനേനെ നോക്കി ചിരിച്ചുകൊണ്ട് തന്നെ അവന്റെ ഫാദറിന്റെ അടുത്തേക്ക് പോകും. ആ ടൈമിന് ഹീ വന്ന് നിന്ന് ഇപ്പോ ടെൻഡർ കൊടുത്തിരിക്കുന്നവർക്ക് വേണ്ടിയിട്ട് വോട്ട് ചെയ്യേണ്ട ടൈമാണ്. അപ്പോൾ ടെൻഡർ കൊടുത്തവരെല്ലാവരും പുറത്തേക്ക് ഇറങ്ങി പോവാനായിട്ട് പറയും. അങ്ങനെ ലിയാങ്ങും ലിയാങ്ങിന്റെ ഫാദറും എല്ലാവരും കൂടി പുറത്തേക്ക് ഇറങ്ങി പോകും. അങ്ങനെ മിങ്ങിന്റെ കമ്പനിയിലെ എല്ലാ ഷെയർ ഹോൾഡേഴ്സും നിരന്നിരിക്കും. അങ്ങനെ വോട്ടിംഗ് തുടങ്ങാനായിട്ട് പോകുമ്പോൾ മിങ് സ്റ്റോപ്പ് ചെയ്യും. നിങ്ങൾ വോട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഞാനൊരു പേപ്പേഴ്സ് കാണിച്ചു തരാം, അത് നിങ്ങൾ നോക്കിയിട്ട് മാത്രം വോട്ട് ചെയ്താൽ മതി എന്ന് പറയും. അങ്ങനെ ആ ഒരു പേപ്പർ എല്ലാ ഷെയർ ഹോൾഡേഴ്സിന്റെ അടുത്തേക്കും കൊടുക്കും. അങ്ങനെ ആ ഒരു പേപ്പർ കണ്ട് ഡാനിയൽ എന്ന പേരുള്ള ഒരു ഷെയർ ഹോൾഡർ മാത്രം ഭയങ്കരമായിട്ട് ടെൻഷൻ ആകും. കാരണം വേറൊന്നുമല്ല, ലിയാങ്ങിന്റെ ഫാദർ ഈ ടെൻഡർ എപ്പോഴും തനിക്ക് തന്നെ കിട്ടാൻ വേണ്ടിയിട്ട് ഇയാൾക്ക് ഒരുപാട് കൈക്കൂലി കൊടുത്തിട്ടുണ്ട്. അതിനെ പറ്റിയിട്ടുള്ള ഒരു ഡോക്യുമെന്റ് ആണ്. ഇപ്പോ ആ ഡോക്യുമെന്റ്സ് ഒക്കെ കണ്ട് എല്ലാ ഷെയർ ഹോൾഡേഴ്സിനും ഭയങ്കരമായിട്ട് ടെൻഷൻ ആവാനായിട്ട് തുടങ്ങും. ഇത്രയും നേരം ലിയാങ്ങിന്റെ ഒക്കെ കമ്പനിക്ക് തന്നെ ഈ ടെൻഡർ കൊടുക്കാമെന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു. അപ്പോ ഇവരാണെങ്കിൽ എപ്പോഴും ഇത് വാങ്ങിക്കൊണ്ടിരുന്നത് ഒരാൾക്ക് കൈക്കൂലി കൊടുത്തത് കൊണ്ടാണെന്നറിയുമ്പോൾ എല്ലാവരും ഒന്ന് മാറ്റി ചിന്തിക്കാനായിട്ട് തുടങ്ങും. അതേ ടൈം ഹുവാനക്കാണെങ്കിലും ഒന്നും മനസ്സിലാവുന്നില്ല. എന്ത് ഡോക്യുമെന്റ് ആണ് എല്ലാവർക്കും കൊടുത്തതെന്ന് മിങ്ങിന്റെ അടുത്ത് ഇങ്ങനെ ചോദിക്കും. അത് നീ അന്വേഷിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നീ എന്തായാലും പുറത്തേക്ക് പോയിട്ട് ഫുഡ് എല്ലാം റെഡി ആയോ എന്നൊന്ന് ചെക്ക് ചെയ്തിട്ട് വരാനായിട്ട് പറയും. അതെല്ലാം ഞാൻ ചെക്ക് ചെയ്തു ഹുവാനയും അപ്പൊ തന്നെ പറയും. ഇതിന് മേലില് എനിക്കിനി നിന്റെ അടുത്തൊന്നും പറയാനില്ല, എന്തായാലും ഇവിടെ നിന്ന് കണ്ടോന്നും പറഞ്ഞേ മിങ് അങ്ങനെ തന്നെ പുറത്തേക്ക് ഇറങ്ങി പോകും. അങ്ങനെ വോട്ടിങ് സ്റ്റാർട്ട് ചെയ്യും. ആ കൈക്കൂലി വാങ്ങിയ ആൾ ഒഴിച്ചിട്ട് ബാക്കി എല്ലാവരും വോട്ട് ചെയ്യും. എന്തൊക്കെ വന്നാലും അയാൾ അവിടെ നിന്ന് പറഞ്ഞഴക്കാൻ പോവാണെന്ന് പുള്ളിക്കാരന് മനസ്സിലായിട്ടുണ്ട്. അങ്ങനെ വോട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് റിസൾട്ട് ഒക്കെ എടുത്ത് ഈ പുറത്തേക്ക് വരും. അപ്പൊ തന്നെ ഹുവാനയും എന്തായി വോട്ടിംഗ് റിസൾട്ട് എന്ന് ചോദിക്കും. ഇപ്പൊ എനിക്ക് എന്തായാലും പറയാൻ പറ്റില്ല, കറക്റ്റ് ആയിട്ട് നിനക്ക് ഇപ്പൊ തന്നെ അറിയാന്ന് പറഞ്ഞ് പുള്ളിക്കാരൻ അകത്തേക്ക് പോകും. അങ്ങനെ ടെൻഡർ കൊടുത്ത എല്ലാവരും തന്നെ ആ ഒരു ഹോളിലേക്ക് കയറിയിരിക്കും. എന്തൊക്കെ വന്നാലും ഞങ്ങൾക്ക് തന്നെ കിട്ടുള്ളൂ എന്നും പറഞ്ഞിട്ട് ലിയാങ്ങിന്റെ ഫാദറും ഭയങ്കര കോൺഫിഡന്റ് ഇരിക്കുവാണ്. അങ്ങനെ ഹീയും റിസൾട്ട് അനൗൺസ് ചെയ്യും. പക്ഷെ കിട്ടിയിരിക്കുന്നത് വേറൊരു കമ്പനിക്കാണ്. ആ ഒരു പേര് കേട്ട് മിങ്ങൊക്കെ ക്ലാപ്പ് ചെയ്യും. ഹുവാനക്കാണെങ്കിലോ വല്ലാണ്ട് ടെൻഷൻ ആവാനായിട്ടും തുടങ്ങും. ഇത് കേട്ട് ലിയാങ്ങിന്റെ ഫാദറും എഴുന്നേറ്റ് നിൽക്കും. ഇത്രയും നാള് നല്ല രീതിക്കല്ലേ നമ്മൾ ടൈപ്പിൽ പോയിക്കൊണ്ടിരുന്നത്, എന്നിട്ട് എന്തുകൊണ്ട് ഞങ്ങളുടെ ടെൻഡർ സെലക്ട് ആയില്ല എന്ന് ഇങ്ങനെ ചോദിക്കും. അപ്പൊ തന്നെ ഒരാൾ എഴുന്നേറ്റ് നിന്ന് ഒരു ഡോക്യുമെന്റ് നീട്ടി കാണിക്കും. ഹുവാന ഒരു തവണ ഇവരെ കമ്പനിയിലേക്ക് ഡിസ്കൗണ്ടിന് വേണ്ടി പോയപ്പോ ലിയാങ് പറഞ്ഞു ഒരു 20% ഡിസ്കൗണ്ട് ഹുവാനക്ക് വാങ്ങിക്കൊടുത്തില്ലേ, അതിന്റെ ഡോക്യുമെന്റ് ആണിത്. ഓൾറെഡി നിങ്ങൾ നിങ്ങളുടെ സെക്രട്ടറിക്ക് ഡിസ്കൗണ്ട് ഒക്കെ കൊടുത്ത് ഹൈസ് വെച്ചോണ്ടിരിക്കല്ലേ, അപ്പൊ പിന്നെ ഞങ്ങൾ എങ്ങനെ നിങ്ങളെ വിശ്വസിക്കും ഇങ്ങനെ ചോദിക്കും. ലിയാങ്ങിന്റെ ഫാദറും എന്താ ഇവിടെ നടക്കുന്നതെന്ന് ഇങ്ങനെ ചോദിക്കും. ഡാഡ്, ഇത് കണ്ടിട്ട് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, ഇത് ഞാൻ ഹുവാനക്കായിട്ട് കൊടുത്ത ഡിസ്കൗണ്ട് ആണെന്ന് ഇങ്ങനെ പറയും. കൊള്ളാടാ നീ എനിക്കിട്ട് തന്നെ തിരിഞ്ഞു കൊത്തിയല്ലേ എന്ന് പറഞ്ഞിട്ട് ലിയാങ്ങിന്റെ ഫാദറും ഭയങ്കര ടെൻഷൻ ആകും. ഞാനൊന്നും ചെയ്തിട്ടില്ല എന്നും പറഞ്ഞ് ഹുവാനയും അവിടെ നിന്ന് പറയുന്നൊക്കെ ഉണ്ട്. അപ്പൊ തന്നെ ലിയാങ്ങിന്റെ ഫാദറും ആ ഒരു ഡോക്യുമെന്റ് എടുത്ത് എല്ലാവരെയും കാണിച്ചിട്ട് ഈ മിങ് ഞങ്ങളെ പറ്റിച്ചതാണ്, ഇയാളുടെ സെക്രട്ടറിനെ നേരത്തെ തന്നെ വിട്ട് ഞങ്ങളുടെ കയ്യിൽ നിന്ന് ഡിസ്കൗണ്ട് വാങ്ങിയിട്ട് ഞങ്ങളതേ ഇപ്പോ കൈ ഒഴിഞ്ഞു എന്ന് പറയും. അപ്പൊ തന്നെ മിങ്ങും ചാടി എഴുന്നേൽക്കും. നിങ്ങൾ എന്താ ഈ പറയുന്നത്, ഇപ്പോ അവൾ എന്റെ സെക്രട്ടറിയാണ്, പക്ഷെ നിങ്ങളുടെ കയ്യിൽ നിന്ന് ഡിസ്കൗണ്ട് വാങ്ങുമ്പോൾ അവൾ സാധാരണ ഒരു എംപ്ലോയി മാത്രമായിരുന്നു. അപ്പോ ഞാൻ എങ്ങനെയാണ് അവളെ വെച്ച് ഇവരെ യൂസ് ചെയ്യുന്നത്, നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കുമെന്നും പറഞ്ഞിട്ട് എല്ലാ കുറ്റവും മിങ്ങെടുത്ത് ഹുവാനയുടെ തലയിലേക്ക് എടുത്തിടും. അപ്പൊ തന്നെ ലിയാങ്ങിന്റെ ഫാദർ ഹുവാനയുടെ നേരെ തിരിയും. ഈ പെൺകുട്ടി ഉണ്ടല്ലോ എന്റെ മകന്റെ ഗേൾഫ്രണ്ട് ആണ്, ഇവളെന്ത് ഹാൻഡ് പോയിസൺ ആണ് എന്റെ മകന് കൊടുത്തതെന്ന് അറിയില്ല, ആ ഒരു പോയിസണില് മയങ്ങി അവൻ എല്ലാ രഹസ്യവും ഇവളുടെ അടുത്ത് പറഞ്ഞു, അതുമല്ലാണ്ട് ഡിസ്കൗണ്ടും വാങ്ങി, ഇപ്പൊ എല്ലാ കുറ്റവും കൂടി ഞങ്ങളുടെ തലയിലേക്ക് എടുത്തിടുവാന്ന് പറയും. അപ്പൊ തന്നെ ഹുവാനയും ഞാൻ നിങ്ങളുടെ അടുത്ത് നിന്നും ഡിസ്കൗണ്ട് വാങ്ങിയെന്നുള്ളത് സത്യമാണ്, പക്ഷെ ഞാനത് നിങ്ങളുടെ മകന്റെ അടുത്ത് ചോദിച്ചില്ല, ഞാൻ തന്നെ എഫേർട്ട് ഇട്ട് നിങ്ങളുടെ മാനേജറിന്റെ അടുത്ത് നിന്നും വാങ്ങിയതാന്ന് പറയും. അതൊക്കെ ശരി, അതൊക്കെ അവിടെ മാറ്റി നിർത്താം. ഇപ്പൊ നിങ്ങളൊരു ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ടല്ലോ, അത് ഫേക്ക് ലിസ്റ്റ് ആണോ, ഞങ്ങളുടെ പിന്നാലെ നിന്ന് ചെയ്ത ലിസ്റ്റ് അല്ലേ ഇതെന്ന് ഇങ്ങനെ ചോദിക്കും. അപ്പൊ തന്നെ മിങ്ങും നിങ്ങൾ എന്തായാലും കൈക്കൂലി കൊടുത്താണ് ഇത്രയും നാള് ടെൻഡർ വാങ്ങിയെന്നുള്ളത് സത്യമായിട്ടുള്ള കാര്യമല്ലേ, അതെന്തായാലും ഇവിടെ തെളിഞ്ഞു, അതുകൊണ്ട് തന്നെ നിങ്ങളെ ഇതിൽ നിന്ന് മാറ്റാനായിട്ട് ഞങ്ങൾ നിൽക്കുമായിരുന്നു. അപ്പൊ നിങ്ങളാണെങ്കിലോ പുറകെ ഞങ്ങളുടെ സ്റ്റാഫിനൊക്കെ ഡിസ്കൗണ്ട് കൊടുത്ത് തെറ്റിന് മേലെ തെറ്റ് ചെയ്തോണ്ടിരുന്നു. ഇനി എന്തായാലും നിങ്ങൾ ഇവിടെ നിന്ന് സംസാരിച്ചിട്ട് ഒരു കാര്യവും ഇല്ല, ഇപ്പൊ തന്നെ ഇവിടെ നിന്ന് ഇറങ്ങി പോവാന്ന് പറയും. അങ്ങനെ എല്ലാരും ഇറങ്ങാനായിട്ട് നിൽക്കുമ്പോ ലിയാങ്ങിന്റെ ഫാദറിന്റെ സെക്രട്ടറി ഉണ്ടല്ലോ അവള് ചാടി എഴുന്നേൽക്കും. അങ്ങനെ തന്നെ ഫോൺ എടുത്ത് കാണിക്കും. ഹുവാനയുടെ മെയിൽ ഐ ഡിയിൽ നിന്ന് ഇപ്പോ ടെൻഡറിൽ വിജയിച്ച കമ്പനിയിലേക്ക് ടെൻഡറിന്റെ ഡീറ്റെയിൽസ് ഒക്കെ പോയിട്ടുണ്ട്. അപ്പോ അവരത് നോക്കിയല്ലേ വിജയിച്ചതെന്ന് ഇങ്ങനെ ചോദിക്കും. അയ്യേ, എന്ത് വൃത്തികെട്ട കമ്പനിയാണിത്, ഇവിടെയുള്ള ടെൻഡറും വേണ്ട ഒന്നും വേണ്ട എന്നും പറഞ്ഞ് ടെൻഡർ കൊടുക്കാൻ വന്ന എല്ലാ കമ്പനിക്കാരും അവിടെ നിന്ന് ഇറങ്ങി പോകും. ലിയാങ്ങിന്റെ പിന്നാലെ നമ്മുടെ ഹുവാന പോയിട്ട് ഇതിലൊരു പങ്കും എനിക്കില്ലാന്ന് പറയും. ലിയാങ്ങിന്റെ ഫാദർ ആണെങ്കിലും ലിയാങ്ങിനെ പിടിച്ചു നിർത്തി ഇങ്ങനെ ഒരു ക്യാരക്ടറുള്ള പെൺകുട്ടിനെ തന്നെ നിനക്ക് മാരേജ് ചെയ്യണോ, നീ ഒന്നും കൂടി റീതിങ്ക് ചെയ്യെന്നും പറഞ്ഞ് അങ്ങനെ തന്നെ അവിടെ
നിന്ന് ഇറങ്ങി പോകും. ലിയാങ് ആണെങ്കിലും ഹുവാനയുടെ അടുത്ത് നീ വിഷമിക്കണ്ട, നിന്റെ ഭാഗത്ത് നിന്നും ഒരു തെറ്റും ഉണ്ടാവില്ല എന്ന് എനിക്കറിയാം. എന്തായാലും എനിക്ക് നിന്റെ അടുത്ത് ഇപ്പൊ സംസാരിക്കാനായിട്ട് ടൈമില്ല, പിന്നെ സംസാരിക്കാന്ന് പറഞ്ഞ് അങ്ങനെ ലിയാങ്ങും അവിടെ നിന്ന് ഇറങ്ങി പോകും. ആ ടൈമിന് ഹി അങ്ങോട്ടേക്ക് വരും. മിങ്ങിന്റെ ഓഫീസിലേക്ക് നിന്നെ വിളിക്കുന്നുണ്ടെന്ന് പറയും. അങ്ങനെ ഹുവാനയും ഹിയും കൂടി നേരെ മിങ്ങിന്റെ മുമ്പിലേക്ക് ചെന്ന് നിൽക്കും. അപ്പൊ തന്നെ മിങ്ങും എന്താ ഇവിടെ നടക്കുന്നതെന്ന് ഇന്നെ ചോദിക്കും. അപ്പോഴാണ് ഹുവാനയും എല്ലാ കാര്യങ്ങളും ആലോചിച്ച് നോക്കുന്നത്. നിങ്ങൾ എനിക്ക് പ്രമോഷൻ തന്നപ്പോഴും ആ ഒരു ലവേഴ്സ് ഡേയുടെ കോൺട്രാക്ട് തന്നപ്പോഴും എന്റെ കഴിവിന്റെ പുറത്ത് തന്നതാണെന്നാണ് ഞാൻ വിശ്വസിച്ചത്. പക്ഷെ അതങ്ങനെയല്ലായിരുന്നു. എന്നെ യൂസ് ചെയ്ത് ലിയാങ്ങിന്റെ കമ്പനിയെ തന്നെ ഇവിടെ നിന്ന് ഓടിക്കാനായിട്ടായിരുന്നു നിങ്ങളുടെ പ്ലാൻ. ശരിക്കും നിങ്ങൾ എന്നെ യൂസ് ചെയ്യുമായിരുന്നു എന്നറിയും. അപ്പൊ തന്നെ മിങ്ങും അവരൊന്നും വലിയ ആളുകളെയല്ല, ഈ കമ്പനിയിൽ നിന്ന് അവരെ ഓടിക്കാനായിട്ട് എനിക്ക് ഈസി ആയിട്ട് തന്നെ സാധിക്കും എന്ന് പറയും. അപ്പൊ തന്നെ ഹുവാന വീണ്ടും ആലോചിക്കും, ഈ ഒരു പ്രോബ്ലം കാരണമല്ലേ ഡാനിയലും ഈ കമ്പനി വിട്ട് പോയിട്ടുള്ളത്. അപ്പോ ഡാനിയലിനെ ഇവിടെ നിന്ന് ഓടിക്കാനായിട്ടാണ് നിങ്ങൾ എന്നെ യൂസ് ചെയ്തത്. ഡാനിയലിനെയും ലിയാങ്ങിന്റെ കമ്പനിയെയും ഇവിടെ നിന്ന് ഓടിക്കാനായിട്ടാണ് നിങ്ങൾ എന്നെ യൂസ് ചെയ്തത്. എനിക്കിപ്പോ മനസ്സിലായി, എന്താ കറക്റ്റ് അല്ലേ എന്ന് ഇങ്ങനെ ചോദിക്കും. മിങ്ങ അപ്പൊ തന്നെ തിരിഞ്ഞു നിന്ന് ശരി ഓക്കെ, നിന്നെ യൂസ് ചെയ്തു എന്ന് തന്നെ വെച്ചേക്കാം. പക്ഷെ നിന്റെ മെയിലിൽ നിന്ന് എങ്ങനെ ആ ടെൻഡർ ഡീറ്റെയിൽസ് ലീക്കായി, അതിനെന്താ നിനക്ക് പറയാനുള്ളേന്ന് ഇന്നെ ചോദിക്കും. അത് ഞാനല്ല ചെയ്തത്, അതുകൊണ്ട് തന്നെ ആ കുറ്റം ഏറ്റെടുക്കാനും എനിക്ക് സാധിക്കില്ല. ഇപ്പൊ ഞാൻ നിങ്ങളുടെ അടുത്ത് ഒരു കാര്യം ചോദിക്കുവാണ്. നമ്മൾ രണ്ടുപേരും കൂടിയല്ലേ ഗ്രാൻഡ്മിനെ നോക്കിയത്, നമ്മൾ രണ്ടുപേരും ഒരുപാട് കാര്യങ്ങൾ ഡിസ്കഷൻ ചെയ്തു. അതുകൊണ്ട് തന്നെ നിങ്ങളെ ഞാൻ എൻ്റെ ഒരു ഫാമിലി ആയിട്ടാണ് കണ്ടത്. നിങ്ങളൊരു ഫാമിലി ആയിട്ട് കാണാൻ പാടില്ല എന്ന് എനിക്കിപ്പോഴാണ് മനസ്സിലായത്. എന്റെ കഴിവ് കാരണമാണ് എനിക്ക് ഇത്രയും വലിയൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയതെന്ന് ഞാൻ വിശ്വസിച്ചു. പക്ഷെ അതും തെറ്റാണെന്ന് നിങ്ങൾ എനിക്ക് മനസ്സിലാക്കി തന്നു. ശരിക്കും നിങ്ങൾ എന്നെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്റെ സിറ്റുവേഷൻ തന്നെ നിങ്ങൾ യൂസ് ചെയ്തു. ഇത് ശരിക്കും മോശമായിട്ടുള്ളൊരു കാര്യമല്ലേ? ഒരു ജോലി ചെയ്യുന്ന സ്ഥലത്ത് റിലേറ്റീവ്സ് ഒന്നോ ഫ്രണ്ട്സ് ഒന്നോ നോക്കാൻ പാടില്ല എന്ന് നിങ്ങൾ തന്നെ എനിക്ക് മനസ്സിലാക്കി തന്നു എന്ന് പറയും. ഇത് കേൾക്കുമ്പോൾ മിങ്ങിനും കുറച്ച് സങ്കടമൊക്കെ വരും. അങ്ങനെ കുറ്റബോധത്തോടു കൂടി തന്നെ മിങ് ഹുവാനെ നോക്കിക്കൊണ്ട് നിൽക്കും. എന്തായാലും ഇതോടുകൂടി തന്നെ ഇന്നത്തെ എപ്പിസോഡും കൂടി ഇവിടെ അവസാനിക്കുകയാണ്. നെക്സ്റ്റ് എപ്പിസോഡുമായിട്ട് എത്രയും പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ പുതിയ കൂട്ടുകാരെങ്കിലും നമ്മുടെ ഈ ചാനൽ വിസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെയുള്ള ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് വെച്ചേക്കുക. കൂടെ തന്നെ വീഡിയോക്ക് ഒരു ലൈക്കും വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റിലൂടെയും അറിയിച്ച് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് എപ്പിസോഡുമായിട്ട് വരുന്നവരേക്കും ടാറ്റ ബൈ ബൈ, സീ യു.